ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിയാദ് മുഹമ്മദാണ്. നമ്മുടെ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു കുറേ കാലമായി ഇങ്ങനെ ഒരു പ്രൊമോ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ പുതിയ സീരീസ് 2025 പുതിയ സീരീസായിട്ടുള്ള ചാത്തൻ, അതിൻ്റെ ചെറിയൊരു പ്രൊമോ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസാകുകയുണ്ടായി. അതിൽ ഒരുപാട് ആളുകൾ കണ്ടു, പലരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ടീസറുമായി ബന്ധപ്പെട്ട ചെറിയൊരു ടീസർ ഇപ്പോൾ നമ്മൾ നാളെ ഞായറാഴ്ച 23-ാം തീയതി നമ്മൾ മോർണിംഗ് തന്നെ അത് റിലീസാക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഈ ചാത്തൻ്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കൊരുപാട് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ ഷോർട്ട് ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഷൂട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും നമുക്ക് കുറേ ക്യാരക്ടേഴ്സിനൊക്കെ വെച്ചിട്ട് നമുക്കൊരു മനയിൽ, പഴയൊരു തറവാടിൽ വേണം നമുക്കത് ഷൂട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ മുൻ സീരീസ് ആക്ഷൻ ത്രില്ലറായിരുന്നു. അതുപോലെ കുറച്ച് നമ്മൾ നമ്മൾ നല്ല സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള സീരീസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കൊരു ഹൊറർ ത്രില്ലർ രീതിയിലുള്ളൊരു സാധനം ചെയ്യാനാണ് ഇപ്പോൾ ചാത്തൻ എന്നുള്ളൊരു വിഷയം നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മളൊക്കെ പൂർവികന്മാർ പറഞ്ഞിട്ടുള്ള പോലെ നമ്മുടെ മുന്നത്തെ തലമുറ, ഇപ്പം എൻ്റെയൊക്കെ അമ്മായി ഒക്കെ, ഉപ്പാൻ്റെ പെങ്ങളൊക്കെ നമുക്ക് ഈ ചാത്തന്മാരെക്കുറിച്ചും ഒടിയന്മാരെക്കുറിച്ചുള്ള കഥകളൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു വരുമ്പോൾ നമുക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നമ്മളത് കേൾക്കാറുണ്ട്. നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഒരു കഥ പറയുമ്പോൾ പല ആൾക്കാരുടെ പ്രത്യേകതയാണത്. അവർ പറയുന്ന കഥ നമ്മളൊരു സിനിമ പോലെ നമുക്കത് എന്തായാലും വിഷ്വലൈസായിട്ട് നമുക്കത് ചിന്തിക്കാനായിട്ട് പറ്റുമത്. അപ്പോൾ ഇപ്പോഴും കേൾക്കാറുണ്ട് കേട്ടോ. പ്രായമായ ആളുകളൊക്കെ പറയുമ്പോൾ പണ്ടത്തെ രീതിയിലുള്ള വെളിച്ചവും ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവർ പറയുമ്പോൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നമ്മളത് കേട്ടിരിക്കാറുണ്ട്. അപ്പോൾ അന്ന് മുതലേ നമുക്കൊരു ചിന്താഗതിയായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 5-6 മാസത്തോളമായി നമ്മുടെ ബ്ലഡ് എന്നുള്ള സീരീസിൻ്റെ 2ാമത്തെ എപ്പിസോഡ് റിലീസാക്കിയിട്ട്. അത് കഴിഞ്ഞിട്ട് 8 മാസമായി തോന്നുന്നു നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഈ ഒരു സീരീസ് നമുക്ക് 2 എപ്പിസോഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഹൊറർ ത്രില്ലർ മോഡലായിട്ട് നമ്മൾ നല്ലൊരു സ്റ്റോറി ബേസിൽ കൊണ്ടുവന്നിട്ട്, പഴയ കാലഘട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലല്ല ഇറങ്ങുന്നത്. ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്, ഏത് തരത്തിലാണ് അതിൻ്റെ സ്റ്റോറി ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ തന്നെ കഥയൊക്കെ ചെയ്തിട്ടുള്ള ആൾ. അപ്പോൾ നമ്മളത് എഴുതുമ്പോൾ ഓരോരോ കാര്യങ്ങൾ നമുക്കത് വ്യത്യസ്തപരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ ആശയങ്ങൾ പിന്നെയാണല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ അതിലത്തെ ഓരോ രംഗങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് ചെറിയൊരു ടീസർ, ഒരു സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നാളെ 23-ാം തീയതി ഫെബ്രുവരി ഞായറാഴ്ച കാലത്ത് 11 മണിക്ക് തന്നെ നമ്മുടെ ചാനലിലൂടെ റിലീസാവും. അപ്പോൾ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ അറിയാലോ, നമ്മുടെ എല്ലാ സീരീസുകളിലെയും പ്രധാനമായിട്ടുള്ള എല്ലാ വർക്കുകളും ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യാറ്. അതിൻ്റേതായിട്ടുള്ള കുറവുകളുണ്ടാവും. അപ്പോൾ ക്യാമറ ചെയ്യുന്നത് നമ്മുടെ DPC ആണ്, ദിനേശാണ്. നമ്മുടെ വർക്ക് ചെയ്യാനുള്ള ക്യാമറമാൻ തന്നെയാണ്. പിന്നെ നമ്മുടെ പഴയ ആളുകളിലൊക്കെ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, പുതിയ ആളുകളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു, പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു മത്സരത്തിന് അയക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ വർഷത്തെ വരുന്ന ഷോർട്ട് ഫിലിം മത്സരങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഡിസ്ട്രിക്ട് ബേസ് ആണെങ്കിലും ക്ലബ്ബുകളുടെ ഇതിലാണെങ്കിലും അസോസിയേഷൻ്റെ ഭാഗമായിട്ടാണെങ്കിലും മാക്സിമം പോയി സ്റ്റേറ്റ് തലത്തിലേക്ക് വരെയുള്ള മത്സരങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ളൊരു ക്രിയേഷനാണ് നമ്മൾ ഈ ചാത്തൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയും പെർഫെക്റ്റ്, അപ്പോൾ അറിയാലോ, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അവർക്ക് കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ട്, അതായത് ടേംസ് ഉണ്ട്. ഇത്ര സമയം വേണം, ഇന്ന രീതിയിൽ ചെയ്യണം, ഇങ്ങനെ ക്യാമറ യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളതൊക്കെ ചെയ്തിട്ടാണ്, അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് ചെയ്യാനായിട്ട്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു 20 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള വർക്കുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഷൂട്ടിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും മുന്നേ സപ്പോർട്ട് ചെയ്തതുപോലെ
പ്രോത്സാഹിപ്പിച്ച പോലെ ഇനിയും കൂടെ ഉണ്ടാകണം എല്ലാവരോടും കൂടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നാളെ 11 മണിക്കാണ് നമ്മുടെ ചാനലിൽ റിലീസാണ്. എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൂടുതൽ വ്യൂസ് വരാറുണ്ട്, പക്ഷേ ആരും അങ്ങനെ ലൈക്കോ അല്ലെങ്കിൽ കമൻറ്റോ ഒന്നും വരാറില്ല. നമ്മളത് നമുക്കറിയാവുന്ന രീതിയിലാണ് നമ്മളത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. മറ്റു തരത്തിലൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല, പ്രൊമോട്ട് ചെയ്തിട്ടുമില്ല. അപ്പോൾ മാക്സിമം കാണുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടുക, എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ അത് മോശമാണെന്നാണെങ്കിലും അല്ലെങ്കിൽ ചീത്ത വിളിക്കുകയാണെങ്കിലും അതൊന്നും വിഷയമല്ല. കാരണം നിങ്ങൾ പറയുമ്പോഴല്ലേ നമുക്ക് അതിൽ കൂടുതലായിട്ട് നന്നാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് ഇടുക, ലൈക്ക് അടിക്കുക, ഓക്കെ. കാരണം വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ചില ആളുകളുടെയൊക്കെ പ്രധാനമായിട്ടുള്ള വിചാരം പറഞ്ഞാൽ നമ്മൾ വ്യൂസ് പൈസ കൊടുത്ത് നമ്മളത് വ്യൂസ് കൂട്ടുകയാണ് എന്നാണ്. അപ്പോൾ ആ ഒരു ചിന്താഗതി അല്ല. കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നില്ല എന്നാണ്. എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണും, പിന്നെ അവരത് കട്ട് ചെയ്യുന്നല്ലാണ്ട് ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനോ ചിലപ്പോൾ സമയം ഉണ്ടായിരുന്നു വരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ താല്പര്യമില്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ഓക്കെ. അപ്പോൾ താങ്ക് യു. ബാക്കി എല്ലാ വിവരങ്ങളും നമ്മൾ വഴി അറിയിക്കുന്നതാണ്, ഓക്കെ.